ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എന്താ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എം സിയിൽ നമ്മൾ ഇന്നലെ ഒരു ട്രേഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ആ ട്രേഡ് എസ് എൽ അടിച്ചു. ബട്ട് അതിന്ന് നമുക്കൊരു കാര്യം പഠിക്കാൻ പറ്റി. എന്താണല്ലേ, അത് തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രേഡ് റണ്ണിങ് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇതിന്റെ ബാക്കിൽ കുറച്ച് സംഭവങ്ങളുണ്ട്. അതിനൊരു ടിപ്സ് ആണ് നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. ഓക്കെ, ടിപ്സ് ആണ് പറയാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ വീഡിയോ മറക്കാതെ തന്നെ ലൈക്ക് അടിച്ചോ. ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, സോ നിങ്ങൾ സ്ക്രീനിൽ നോക്കിക്കോ. നമുക്ക് ഇവിടെ ഒരു ബ്രേക്കോ സ്ട്രക്ചർ കിട്ടിയില്ലേ? സോ ബ്രേക്കോ സ്ട്രക്ചർ കിട്ടി. സോ ബ്രേക്കോ സ്ട്രക്ചർ കിട്ടുമ്പോൾ നമുക്ക് എന്താ ചെയ്യുക? അടുത്ത് നമ്മൾ എഫ് ഇ ജി ഉണ്ടോ നോക്കും. സോ നമുക്ക് ഇവിടെ ഒരു എഫ് ഇ ജി കിട്ടി. അടുത്തൊരു ഒ ബി എന്തായാലും ബ്രേക്കോ സ്ട്രക്ചർ കിട്ടുമ്പോൾ ഉണ്ടാവും. സോ ആ ഒരു ഒ ബി ഇവിടെ ഉണ്ട്. ആ ഒ ബി ഇവിടെ കാണുന്നുണ്ട്. സോ മാർക്കറ്റ് എന്ത് ചെയ്തു? റിവേഴ്സ് ഇറങ്ങി വന്നു. ഈ ഒരു എഫ് ഇ ജിയിൽ ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. സോ ജസ്റ്റ് ടാപ്പ് ചെയ്തപ്പോൾ ഇതിന് വിക്കായി അത് കയറിപ്പോയി. സോ ഇവിടെ ഞാൻ എന്ത് വിചാരിച്ചു എന്നറിയോ? സോ മാർക്കറ്റ് എഫ് ഇ ജി ടാപ്പ് ചെയ്തിട്ട് കയറി പോവാണെന്ന്. ബട്ട് നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ എഫ് ഇ ജി ഒരു 50% കവർ ചെയ്തിരിക്കണം അത് കയറി പോകണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ അറ്റ്ലീസ്റ്റ് ഇതിന്റെ പകുതിയെങ്കിലും വരണം അത് കയറി പോകണമെന്നുണ്ടെങ്കിൽ. ബട്ട് ആദ്യം നമ്മൾ ചെയ്ത മിസ്റ്റേക്ക് അവിടെയാണ്. നിങ്ങൾ ഈ മിസ്റ്റേക്ക് ചെയ്യാതിരിക്കുക. സോ ഇവിടെ ടാപ്പ് ചെയ്തു കയറിപ്പോയി എന്ന് വിചാരിച്ചു. ബട്ട് ഇവിടെ ഒരു ഒരു വലിയ സ്വിങ് ഉണ്ടായിരുന്നു. ആ സ്വിങ്ങിൽ തട്ടി എന്ത് ചെയ്തു? മാർക്കറ്റ് അടിയിലോട്ട് വന്നു നമ്മുടെ എസ് എൽ അടിച്ചു. ബട്ട് ഇവിടെ ഒരു സംഭവം നോക്കണം. ഈ ഒരു ലോ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഈ ഒരു ലോന്റെ അടിയിൽ ബോഡി ബ്രേക്ക് ആയിട്ടില്ല. അതെന്തുകൊണ്ടാ അറിയോ? ഈ ഒരു ഇതിന്റെ അടിയിൽ ലിക്വിഡിറ്റി വല്ലാതെ കൂടിയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. ആ ലിക്വിഡിറ്റി കവർ ചെയ്യാനാണ് ഈ മാർക്കറ്റ് അവിടെ വന്നത്. സോ ലിക്വിഡിറ്റി മേളിലുള്ളതിനെക്കാട്ടും ലിക്വിഡിറ്റി എന്തായി? ഈ മാർക്കറ്റിന്റെ ഈ ഒരു അടിയിൽ വന്നിട്ട് ഡംപായി. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തായി? മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി കവർ ചെയ്യാൻ വേണ്ടി വന്നു. ബട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിന്റെ അടിയിൽ ബ്രേക്ക് ആയിട്ടില്ല. റിയൽ ദ മാജിക്, ഫീൽ ദ മാജിക്. ഇവിടെ ഇത് ബ്രേക്ക് ആയിട്ടില്ല. എന്ത് ചെയ്തു? മാർക്കറ്റ് ഇറങ്ങി വന്നു. ഈ 50% എഫ് പി ജി കവർ ചെയ്തു. പെൻഡിങ്ങിൽ ഉണ്ടായിരുന്ന ഓർഡേഴ്സ് ഫില്ലായി. മാർക്കറ്റ് എന്ത് ചെയ്തു? അപ്സൈഡ് പോയി. സീ ദ റിയൽ മാജിക്. ഇതിന്റെ അടി ബ്രേക്ക് ആയില്ല, ലിക്വിഡിറ്റി കവർ ചെയ്ത് അങ്ങനെ കയറിപ്പോയി. മാർക്കറ്റ് എന്ത് ചെയ്തു? ഇത് ബ്രേക്ക് ആയില്ല. നമ്മൾ എന്ത് ഇന്നലെ തന്നെ ഇവിടെ എൻട്രി പ്ലേസ് ചെയ്യണമായിരുന്നു. ബട്ട് ഇത് രാത്രിയാണ് നടന്നത്, അതുകൊണ്ട് ഞാൻ ആ ടൈമിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ, സോ റിയൽ മാജിക് ആണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് പറയാനുള്ള ടിപ്പ്, നിങ്ങൾക്ക് ഒരു ട്രേഡ് ഫെയിൽ ആയി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അടിയിൽ ഒ ബിയോ അല്ലെങ്കിൽ എഫ് ഇ ജി ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഓക്കെ, സോ അതേപോലെ തന്നെ നമ്മളെ കൺഫർമേഷൻ എൻട്രി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പി ഡി ആർ എസിൽ വേണം യൂസ് ചെയ്യാൻ. പി ഡി ആർ എസ് എന്ന് പറയുമ്പോൾ ഓർഡർ ബ്ലോക്ക് ഓർ എഫ് ഇ ജിയിലാണത്. ജസ്റ്റ് ഇത്ര ടാപ്പ് ചെയ്താൽ പോരാ, ഒരു 50% ടാപ്പ് ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മൾ ഇന്നലെ പറ്റിയ മിസ്റ്റേക്ക് അതാണ്. അതേപോലെ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു? തിരിച്ചു വന്നു. ഇതിന്റെ അടി ബ്രേക്ക് ആയില്ല. മാർക്കറ്റ് എന്ത് ചെയ്തു? ഇവിടെ എത്തി, ഒരു റീടെസ്റ്റ് തന്നു, മാർക്കറ്റ് കയറിപ്പോയി. സോ ഇനി മാർക്കറ്റിന്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിന്റെ ടോപ്പാണ്. ഇതിന്റെ ടോപ്പ് ഇന്നല്ല എന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച എന്തായാലും കവർ ചെയ്യും. 100% ഷുവറാണ് അതിന്റെ മുകളിൽ കവർ ചെയ്യും എന്നുള്ളത്. ഓക്കെ, സോ റിയൽ മാജിക് ആണ്. ഈ ഒരു ടിപ്പ് നിങ്ങൾ ഓർത്ത് വെച്ചോ. ഞാൻ പറഞ്ഞു തന്ന രണ്ട് കാര്യങ്ങൾ, അതായത് എഫ് ഇ ജിയിൽ തട്ടിയിട്ട് എഫ് ഇ ജിയിലോ ഒ ബിയിലോ തട്ടിയിട്ട് മാർക്കറ്റ് റിവേഴ്സ് ഇറങ്ങി വന്നിട്ടുണ്ട്. ബട്ട് നിങ്ങളുടെ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ലോ, ഒരു ലോവർ ലോ ഉണ്ടാവുമല്ലോ, ആ ലോവർ ലോ ഹയർ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ മാർക്കറ്റ് അപ്സൈഡ് പോയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും? ഒ ബിയിൽ വന്ന് ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് നമുക്ക് എന്ത് ചെയ്യും? ഷിഫ്റ്റ് തരുന്നുണ്ടോ നോക്കണം, ചോദിച്ച് തരുന്നുണ്ടോ നോക്കണം. തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഉറപ്പായിട്ട് മേലെ എത്തിയിരിക്കും. സോ 100% ഷുവറാണോ മാർക്കറ്റ് മേലെ എത്തിയിരിക്കും. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. 100% പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരാം. 100% അത് മേലെ എത്തിയിരിക്കും. സോ ഈ കാര്യങ്ങൾ നിങ്ങളെ ചാർട്ടിൽ അപ്ലൈ ചെയ്യുക. നിങ്ങൾ ബിഗിനേഴ്സ് ഒരിക്കലും ഒരു സ്ട്രാറ്റജിന്റെ പിന്നാലെ പോണ്ട. സോ ഈ ഒരു സാധനം തന്നെ സിമ്പിളായിട്ട് ചെയ്താൽ മതി. ഇത് കമ്പയർ ടു എസ് എം സി ആണ്, കമ്പയർ ടു ഐ സി ടി ആണ്, സി ആർ ടി ആണ്, എല്ലാം ഇതിൽ തന്നെ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത് ഒ ബി ആൻഡ് എഫ് ഇ ജി എന്നുള്ള ഒരു ഒറ്റ കൺസെപ്റ്റിലാണ്. ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗ് എന്ന് പറയും അതിന്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ സംഭവം. സോ ഇവിടെ നിങ്ങൾക്ക് റിയൽ മാജിക് കാണാൻ പറ്റും. നമ്മൾ ഇവിടുന്ന് ഇന്നലെ ഒരു ട്രേഡ് ഇട്ടിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എത്തിയിട്ട് ഇപ്പൊ എങ്ങനെ പോയാലും ഒരു $80 പ്രോഫിറ്റബിൾ ആയിരിക്കും, $80 പ്രോഫിറ്റബിളിലായിരിക്കും. സീ ദ റിയൽ മാജിക്. ഇത്രയേ ഉള്ളൂ മാർക്കറ്റ് വളരെ സിമ്പിൾ ആണ്. ബട്ട് നമ്മൾ ഇന്നലെ ചെയ്ത ഒരു മിസ്റ്റേക്ക് കാരണം, മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല, കറക്റ്റ് ആയിരുന്നു നമ്മൾ ചെയ്തത്. ബട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? ലിക്വിഡിറ്റി കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് ഇറങ്ങി വന്നു. ഓക്കെ, മാർക്കറ്റ് ആ ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്നതോടെ നമ്മൾ പെട്ടു അവിടെ.
ബട്ട് നമ്മളവിടെ റീ എൻറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളവിടെ റീ എൻറ്റർ ചെയ്യാതെ വിട്ട് കളഞ്ഞു. അതുകൊണ്ടാണ് നമുക്ക് ലോസ് അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നത്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഈ കാര്യം മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാര്യം മറക്കാതെ തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 100 ലൈക്കാണ്. ഓക്കെ, സോ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നമ്മൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും ബൈ ബൈ.